ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ടു അനദർ. ചെറിയൊരു യാത്ര പോവാട്ടോ. പൂനെക്കാണ് പോണത്. ഏട്ടൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോണത്. എക്സ്പ്രസ് ഹൈവേക്ക് കയറി തുടങ്ങി. ഏട്ടനവിടെ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ കുഴങ്ങുമ്പോൾ പറഞ്ഞോട്ടോ, ഞാൻ ഓടിക്കാം. കൈ കാലൊക്കെ കടയുണ്ടെങ്കിൽ ഓട്ടോ പഠിക്കണ്ട. ഉണ്ണി പഠിക്കല്ലോ. ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു എക്സാം ബാക്കിയുണ്ട് ഇനി തിങ്കളാഴ്ചയിലുണ്ണി. ഇത് ഫ്രൈഡേ വീക്കെൻഡിലാട്ടോ ഞങ്ങൾ പോണത്. ഫ്രൈഡേ 5 മണിയൊക്കെ ആയിട്ടുണ്ടാവുമ്പോൾ 2 മണിക്കൂറിൽ കൂടുതൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ട്രാഫിക്കൊക്കെ ഉള്ള കാരണം ഫ്രൈഡേ എല്ലാവരും ട്രാവൽ ചെയ്യല്ലോ. കവർ മാറ്റാൻ ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല. എനിക്കല്ല, ഞാൻ പിന്നെ എപ്പോഴും ഫ്രീ ആണല്ലോ. ഏട്ടന് ടൈം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ സീറ്റ് കവർ ഇട്ടിട്ടില്ല. അതിൻ്റെ ഒരു ഡിങ്കോൾഫി ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആദ്യമായിട്ട് പരിചയപ്പെട്ട ഫാമിലിയാണ് കേട്ടോ. അപ്പം ഭാഷയും ഒരു കുന്തും അറിയില്ലല്ലോ. അന്ന് തുടങ്ങിയ പരിചയമാണ്. ഞാൻ പരിചയപ്പെട്ടിട്ട് 16 വർഷം കേട്ടോ. ഷാജേട്ടൻ അതിന് മുന്നേ ഇവരൊക്കെ ഒരുമിച്ച് ജോലി ചെയ്തത്. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ജോലി ചെയ്ത കേട്ടോ. അപ്പം അവർ കുറേ കാലമായിട്ടും അറിയാം. അപ്പം അവരിപ്പോൾ വെക്കേഷന് വന്നതാണ്. US-ലാണ് കേട്ടോ അവർ. അപ്പോൾ മക്കളൊക്കെ എല്ലാവരും കൂടി 7 വർഷത്തിന് ശേഷമാണ് വിത്ത് ഫാമിലി ആയിട്ട് വരുന്നത്. അതിന് രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചത്. അപ്പം എനിക്ക് സ്കൂളിലേക്ക് എന്തായാലും പോകണം. എനിക്ക് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റൂല. കട്ട് ചെയ്യാനൊക്കെ ഞാനാണെങ്കിൽ കട്ട് ചെയ്തിട്ട് പോകട്ടോ. പക്ഷെ എൻ്റെ പോലെ എല്ലാം ഉണ്ണി ഏട്ടൻ്റെ പോലെ ആയതുകൊണ്ട് നോ കട്ടിങ്. ഞാനൊക്കെ പിന്നെ എന്തെങ്കിലും കിട്ടാൻ നിൽക്കുന്നു. പണ്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോകില്ല. പക്ഷെ ഉണ്ണി അങ്ങനെയല്ല. അല്ല ഉണ്ണിയെ, ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായി? അമ്മ പഠിപ്പിച്ചെന്നൊക്കെ വന്നോ? പൂനെയിലത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് ഏകദേശം ലക്ഷമായിട്ടാ പൂനെക്ക് പോയതാ. ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയത്. ഏകദേശം ആ സമയമായപ്പോൾ നമ്മൾ തിരിച്ചു പോകും കേട്ടോ. ഈ ഫാമിലീനെയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സൽക്കാരം പോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ അല്ലേ ചേട്ടാ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവർ വെജിറ്റേറിയൻസ് ആണ്. അവിടുത്തെ ആൻറ്റി വെജിറ്റേറിയൻ ആട്ടോ. മറ്റുള്ളവരൊക്കെ കഴിക്കും. അപ്പോൾ പച്ചക്കറി ഐറ്റംസ് ആവും എന്നൊക്കെ ഏട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പം എനിക്കറിയില്ല എന്തൊക്കെയാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അന്നേ നല്ല ശാപ്പാടിൻ്റെ ആളായതുകൊണ്ട് എന്തൊക്കെയാ ഉണ്ടാക്കാന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഇവര്. നമുക്ക് പച്ചക്കറി എന്നൊക്കെ പറയുമ്പോൾ സദ്യ ഐറ്റംസ്, സാമ്പാർ, അവിയൽ, ഉപ്പേരി അതൊക്കെ അല്ലേ നമുക്ക് ഓർമ്മ വരാം. അതെന്താ, ഇതിലെന്താ ഇടാ, അതിലെന്താ ഇടാ, ഈ മസാലയ്ക്ക് പേരെന്താന്നൊക്കെ അന്ന് ചോദിക്കാൻ തുടങ്ങിയതാ. ഈ ഫുഡിനോടുള്ളൊരു ഇഷ്ടം കേട്ടോ. റൈറ്റ് കണ്ടപ്പോൾ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷ്, അവർ ലക്നൗവിലത്തെ ആൾക്കാർ റെസിപ്പിയൊക്കെ അവിടെ നിന്നാട്ടോ ഞാൻ പഠിച്ചു തുടങ്ങിയത്. എന്താ ഇടണ്ട്. പനീറൊക്കെ ഷാജിന് ഓർമ്മ ഉണ്ടോ? പനീറൊക്കെ ആദ്യമായിട്ട് കഴിച്ചിട്ട് ഞാൻ തിരിച്ച് നമ്മൾ ഫ്ലാറ്റിൽ പോയിട്ട് ആ സാധനം എന്താ ഒട്ടണ ഒരു സാധനം, അതിനൊരു ടേസ്റ്റ്, പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ലല്ലോ. അതെന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ഷാജിട്ടൻ പറഞ്ഞില്ലേ പാലോണ്ടാ തോന്നുന്നുണ്ട് അത് ഉണ്ടാക്കുക. അതൊക്കെ ഓർമ്മ ഉണ്ടോ? ഷാജിട്ടന് വലിയ ഐഡിയയില്ലായിരുന്നു. എന്നോട് പറഞ്ഞു പാലോണ്ട. അത് 16 വർഷം മുന്നത്തെ കാര്യമായിട്ടാ പറയണത്. ഇപ്പൊ പനീർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ആദ്യമായിട്ട് അത് കഴിച്ചപ്പം എന്താ, നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ഐറ്റം അല്ല. അപ്പൊ അത് എന്താ സാധനം എന്നൊക്കെ ആലോചിക്കുക. പിന്നെ ആൻറ്റിക്ക് ഫോണൊക്കെ ചെയ്തിട്ട് ഞാൻ ചോദിച്ചോട്ടത് എങ്ങനെ ഉണ്ടാക്കുക. ഫോൺ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറെ സംസാരിക്കാനും എനിക്ക് അങ്ങനെ അറിയില്ലല്ലോ. ഭാഷയൊന്നും അറിയില്ലല്ലോ. എന്നാലും ഉള്ള ഹിന്ദിയൊക്കെ വെച്ചിട്ടാന്ന് ആൻറ്റിയുടെ അടുത്തേക്ക് പോയപ്പോൾ ഷാജിയുടെ ഓർമ്മ ഉണ്ട് കാലിൽ മിഞ്ചിയൊക്കെ ഇട്ട് തന്നത്. ആദ്യമായിട്ട് അവിടെ പോയപ്പോൾ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ തന്നു. ഇങ്ങനെ പൂജ പോലെയൊക്കെ ചെയ്തിട്ട് മധുരം തന്നു. പിന്നെ കാലില് മിഞ്ചിയൊക്കെ ഇട്ട് തന്നു. അപ്പൊ കാലിന്റെ പാദസരം കണ്ടിട്ട്, അവർക്ക് ഗോൾഡിന്റെ പാദസരം കണ്ടിട്ട് അത്ഭുതമായത് ഓർമ്മ ഉണ്ടോ? മലയാളികൾക്ക് നിറയെ സ്വർണ്ണ ഇഷ്ടമാണല്ലോ. കാലിലും ഇടും. എവിടേക്കാ ഇടുക? സ്വർണത്തിനോട് ഭയങ്കര ഇഷ്ടല്ലേ. അപ്പൊ അവർക്ക് ഭയങ്കര അത്ഭുതമായിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന്. ഇപ്പോഴും അങ്ങനെ ആൾക്കാർ അറിയാതെ കാലില് പാദസരം കണ്ട സ്വർണം ഞാൻ ചോദിക്കും. അതെ, ഞങ്ങൾ കിട്ടുന്ന സ്ഥലത്തൊക്കെ സ്വർണ്ണം ഇടും. വി ആർ മലയാളീസ്.
വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഇതിലൂടെ ഓടിക്കാൻ അങ്ങനെ ഒരു ഡ്രീം ആണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ചില യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നു. ഓ അങ്ങനെയാ, ഡ്രീം അല്ല, എത്ര സ്പീഡിൽ ഓടിക്കാം അല്ലേ? നല്ല ഭംഗിയുണ്ടോ, പ്രകൃതി രമണീയം. മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തിലൂടെ ഞങ്ങൾ കാറ് കൊണ്ട് പോവുകയാണ് ഗൈസ്. ടണല് വരുന്നുണ്ട് കേട്ടോ. ടണലിന്റെ പേരാണ് ബട്ടൺ ചേട്ടാ, ബട്ടൺ ടണൽ. കൂരാകൂരിരുട്ട്, അന്ധകാരം അല്ല ഗൈസ്, അത്രയ്ക്ക് അന്ധകാരമല്ല. അയ്യോ എന്താട്ടാ, ഈ സിനിമയിലൊക്കെ കാണിലുണ്ടേ കൊറിയൻ മൂവിയില് ടനല് ഇങ്ങനെ പൊട്ടിപ്പൊളിയാ. എത്തിയാ മതിയായിരുന്നു ദൈവേ, വേഗം വിട്ടു ചേട്ടാ. ഓ ഇവിടെയും ലിമിറ്റ് ഉണ്ട് അല്ലേ? എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ മൂവിയാ ഇഷ്ടം, ഈ പൊളിക്കണത്, ഈ പൊട്ടണത്. പക്ഷെ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ അത്ര സുഖം പോരാട്ടോ. എത്താനായിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. പ്രാവശ്യമെങ്കിലും നമ്മൾ പൂനെന്ന് അന്തേരിക്ക് പോകില്ലേ? ഈ ഒരു ഹൈവേയിൽ കൂടെ നമ്മൾ പണ്ട് ഒരുപാട് ആദ്യമൊക്കെ ആഴ്ചയിൽ എന്തായാലും വീക്കെൻഡിൽ എന്തായാലും നമ്മൾ പോകട്ടെ അന്തേരിക്ക്. അന്തേരി ഏട്ടൻ്റെ വീട് അവിടെയാണ്, അച്ഛനമ്മയ്ക്ക് ആ സമയത്ത് അവിടെ കേട്ടോ. അപ്പം നമ്മൾ എല്ലാ വീക്കെൻഡിലും കഴിയണതും പോകും. അയ്യോ എന്തൊരു ഭംഗിയാണ്. അധിക വീക്കെൻഡിൽ നമ്മളിങ്ങനെ പോകും. അന്ന് ബസ്സിനായിരുന്നു പോയി, ശിവനേരി ബസ്സിലാട്ട, വലിയ ബസ്സിലാട്ട പോകുന്നത്. ഞാനാണെങ്കിൽ ഈ ഛർദിക്കണ കൂട്ടത്തിലാണ് കേട്ടോ. നാട്ടിലൊന്നും അങ്ങനെ അധികം ട്രാവൽ ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ എത്തിയപ്പോൾ എല്ലാ വീക്കെൻഡിലും ഒരു എത്ര മണിക്കൂർ എടുക്കുമായിരുന്നു അന്ന് അന്തേരിക്ക്? 4 മണിക്കൂർ എടുക്കുമായിരുന്നു. നമ്മളന്ന് പൂനെയിൽ താമസിച്ച സ്ഥലത്തുനിന്ന് അന്തേരിക്കത്തെ 4 മണിക്കൂർ എത്തും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി ആകുമ്പോഴേക്കും അന്തേരിയിലെത്തും, ഞായറാഴ്ച പിന്നെ അവിടുന്ന് വൈകുന്നേരം വീട്ടിൽ തിരിച്ച് പൂനെയിൽ ഒരു രാത്രി അവിടെ പോലെ കേട്ടോ. ഞങ്ങൾ കൈ കളിയണം, രാത്രി അവിടെ പോലെ ഞങ്ങൾ തിരിച്ച് പോവാം. അപ്പം ആ സമയത്ത് കുറേ ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ ഈ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റത് കോഴിക്കോടേക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിക്കൊക്കെ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ തന്നെ പിന്നെ അടപ്പൂരെന്ന് പറയില്ലേ, അടപ്പൂരും ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? അടപ്പൂരിനാണ്, അടപ്പൂര് തന്നെ ഉള്ളു ഗൈസ്. ഉണ്ണി എന്താ ആലോചിക്കണേ? രസണ്ടോ? പാട്ട് കേൾക്കാണോ? ഒരു ഹായ് പറഞ്ഞേ. അതെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പണ്ട് ആ ബസ് പകുതി ആകുമ്പോൾ നമുക്കൊരു സ്റ്റോപ്പൊക്കെ ഉണ്ടാവും. അപ്പം അധികം നമ്മൾ ഈ തണുപ്പ് കാലമൊക്കെ ആയി തുടങ്ങുമ്പോൾ ഈ ടൈമിലൊക്കെ മഴയൊക്കെ പെയ്താൽ പിന്നെ കോണ മേടിക്കലാട്ടാ. മസാല കോണൊക്കെ മേടിച്ചിട്ട് ഭയങ്കര എരിവിലാവും തരും. അത് കഴിച്ച് കഴിയുമ്പോഴേക്ക് ഈ 2 സൈഡും ഇങ്ങോട്ട് ഇരിഞ്ഞിട്ട് വയ്ക്കൂല. പിന്നെ നല്ല രസമായിരുന്നു ആ ടൈമൊക്കെ. ഇത് 2ാമത്തെ ടണൽ. അയ്യോ പിന്നെ വേണം, യൂട്യൂബർ വന്നിരിക്കുന്നു ഗൈസ്. അതെ, ഏതാ വേണ്ടത്? ഇതാകുമ്പോ ഓരോന്ന് ട്രൈ ചെയ്യാല്ലേ, ചെറുതാക്കിട്ട്. ചീസ് കേക്ക് എന്തായാലും മേടിക്കട്ടെ. ഞാൻ ഉണ്ണി എന്തൊക്കെയാ ഓർഡർ ആക്കി? ഇവിടെ കൊറേ സാധനങ്ങളുണ്ട് ഗൈസ്, അല്ലാതെ വായന വെള്ളം വരും. ചീസ് കേക്ക് ഒക്കെ ഉണ്ട്, ബിസ്കോഫിന്റെ. പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ജാവ ചിപ്പ് ഐസ് ടീ മേടിച്ചിട്ടുണ്ട് ചെറുത്, പിന്നെ അമ്മയ്ക്ക് ഒരു കോൾഡ് കോഫി മേടിച്ചിട്ടുണ്ട്, പിന്നെ ചെറിയ ഇങ്ങനെ ഡോണറ്റ്സ് ഉണ്ടാവില്ലേ അത് മേടിച്ചു 4 എണ്ണം.
അപ്പൊ നല്ല രസമുണ്ടാവും. ഗൈസ് അങ്ങനെ അത് ജീപ്പ് കാണില്ലേ ചേട്ടാ, മറ്റേ ഹോളിവുഡിന്റെ മാതിരിയില് അങ്ങോട്ട് തുറക്ക് അമ്മക്ക് തായോ. ഇവിടെ ആവും പെട്ടുണ്ടാവുക. 60 വെച്ചോളാം. ഇവിടെ ബില്ല് കിട്ടിയിട്ടുണ്ടാവും. മറ്റേത് ഇപ്പൊ കഴിച്ചത് നല്ല മധുരമുണ്ട്. നമുക്ക് വേണ്ട, നമുക്ക് ഇത് തന്നെ മതി. കഴിഞ്ഞൂലേ, ഒരു കടിക്കുള്ളൂ. അത് ശരി, ടേസ്റ്റ് ഉണ്ട്. മൂന്നാമത്തെ ടണൽ. എന്റെ പേര് നോക്കിയില്ല. മഞ്ഞിന്റെ ക്യാമറയിൽ അത്ര അറിയണില്ല. എന്തോ ഭംഗി കാണാന്. ഹാത്തിക്ക കണ്ടാല, ആ കണ്ടാല, ഈ കണ്ടാല. ഗൈസ്, ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി. നാലാമത്തെ ടണൽ, അഞ്ചാമത്തെ ടണൽ ചേട്ടാ. ഓ, ഇത് ചെറുതാ. ഇതേ പോയിതാവുന്നു. അങ്ങനെ നമ്മളൊരു 8 മണി ആയപ്പോഴാണ് എത്തിയത്. തലേകാവിലേക്കാണ് നമ്മൾ പോയത്. അവിടെ എത്തലും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തലും നമ്മൾ നേരെ മൂവിക്കാണ് കേട്ടോ വന്നത്. സൂപ്പർമാൻ മൂവി കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും മൂവി ഫാൻസ് ആട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യലും ഒക്കെ ഷടപടാന്നായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്തിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല അടിപൊളി പോഹയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് പിന്നെ വേറെ ബ്രെഡും ഓംലെറ്റൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ പൂനെയിലെത്തി എന്തായാലും നമുക്ക് പോകേണ്ട ഒരു സ്ഥലം കേട്ടോ ക്യാമ്പ്. അവിടുത്തെ വടാപ്പാവ് മസ്റ്റ് ട്രൈ ആണെന്നൊക്കെ പറഞ്ഞ് ഞാനും ട്രൈ ചെയ്യാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ വട നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ പാവ് ഭാജിയും തവാ പുലാവുമാണ് കഴിച്ചത്. നമ്മളെല്ലാവരും കൂടിയും ഷെയർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് കഴിച്ചത്. പിന്നെ വടാപ്പാവും കൂടി കഴിച്ചേക്കാൻ അധികം വിശക്കുണ്ടായിരുന്നില്ല. പക്ഷേ ട്രൈ ചെയ്യേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലോ നമ്മൾ എവിടെ പോയാലും. പിന്നെ നമ്മൾ വന്നത് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, ലക്ഷ്മി നാരായൺ ചിവിട. അപ്പോൾ ഇതിന് വേണ്ടി മാത്രമാണ് ഈ ഷോപ്പിലേക്ക് വന്നത്. പിന്നെ ബാക്കർവാടി എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ടായിരുന്നു മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചു. അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മിക്സ്ചർ മാതിരി ഉണ്ടാവും ആദ്യത്തെ ആ പാക്കറ്റിലുള്ളത്, ഡ്രൈ ഫ്രൂട്ട്സും കോക്കനട്ടൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിനാണ് കേട്ടോ പോയിണ്ടായിരുന്നത്. ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാനൊക്കെ. പക്ഷെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടി 2 സൈഡിലൊക്കെ പിടിച്ചിട്ടാണ് നടത്തിച്ചത് കേട്ടോ. ആൻറ്റീനെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോയി. ആൻറ്റിക്ക് എത്ര ഷോപ്പ് ചെയ്താലും മതിയാവില്ല കേട്ടോ. പ്രായം ഒരു നമ്പറാന്നൊക്കെ പറയുന്ന മാതിരിയാണ് കേട്ടോ ആൻറ്റിയുടെ ഒരു ക്യാരക്ടർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം മുരിങ്ങേൻ്റെ ഇലേൻ്റെ വലിയ മരം. ഇന്ത്യ മുഖം എല്ലാ മലയാളികളും ഇവിടെ തന്നെയാവും കേട്ടോ. ഫാഷൻ ഷോ കഴിഞ്ഞോ? അത് ആ ഭാഗം ഇടരുത് കേട്ടോ. ഓക്കെ, ഇടില്ല എന്ന് പറഞ്ഞാൽ അമ്മ ഇടില്ലല്ലോ, എനിക്ക് അറിഞ്ഞൂടെ. അതെന്തോ ഒരു അമ്മയ്ക്ക് അറിയില്ല, എന്തോ ഒരു കായാണ്. അയ്യോ, മുരിങ്ങേൻ്റെ എല്ലാം കണ്ടിട്ട് പുളിമരം പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, ചെറിയ ഇല. വൈകുന്നേരം പിന്നെ നമുക്ക് ഡിന്നറിന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആർമിയിലാണ് കേട്ടോ അവർ ജോലി ചെയ്യണത്. അപ്പോൾ ആ ഏരിയ ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. മക്കളൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇതേ ഗെയിമൊക്കെ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവർക്കും
കണ്ട ഓർമ്മ അങ്ങനെ ഉണ്ടാവില്ല. അത്രയും ചെറുപ്പത്തിലല്ലേ ഇവരൊക്കെ കണ്ടത്. പക്ഷെ അങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് മിലിറ്ററി ക്വാർട്ടേഴ്സൊക്കെ കാണുന്നതും കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്നതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ വീടൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡിനെ പറ്റി ഒന്നും പറയണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ കാണുന്ന നമ്മൾ കറുത്ത കടല വെച്ചിട്ടുള്ള വടയാണ് കേട്ടോ. മക്കൾക്ക് പിന്നെ നോൺ വെജിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അവർ നല്ല കളിയുമാണ്, ഒപ്പം നല്ല കഴിക്കലുമാണ് കേട്ടോ. हाँ ये भी खाते हैं अभी तो उस दिन पेड़ गिर गया था ना वो थोड़ा सा वीक हो गया नहीं तो इसमें फ्लावर आ गए हैं देखो फ्लावर आ गए हैं अभी आए तुम लोग के गार्डन में भी है पता है ना बाहर ड्रम स्टिक का हाँ देखा नहीं क्या बिल्डिंग के बाजू वाला जो ये काजू है काजू वाइट वाला हाँ काजू वाला पेड़ गाँव से लेके आए थे इसका बीज ഗാർഡനൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിറയെ ചെടികളുണ്ട് അതിൽ. അവർ നാട്ടിൽ നിന്ന്, അവർ ആസാമിൽ നിന്ന് കൊണ്ടുവന്ന, അവർ നോർത്ത് ഈസ്റ്റുകാരാണ്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറേ ചെടികളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറിവേപ്പിലൊക്കെ കണ്ടപ്പോൾ നല്ല സുഖം. എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറേ സംസാരിക്കുകയും പിന്നെ എല്ലാവരും മക്കളും എല്ലാവരും പാട്ടൊക്കെ പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു രസമുണ്ടായിരുന്നു ആ ഈവനിങ് മുഴുവൻ. പിന്നെ ഇതേ ഭക്ഷണം കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെയായിട്ട് ഉണ്ടാക്കിയത്. നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ അവരും. അപ്പോൾ ഇതേ നല്ല മീനൊക്കെ ഇങ്ങനെ വറുത്തിട്ട് കറി വെച്ച ഐറ്റംസാണ് കേട്ടോ ഉള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മീനും റൈസും മാത്രമാണ് കേട്ടോ എടുത്തത്. പിന്നെ പനീറിൻ്റെ ഗ്രേവി, ഡാലും റൈസൊക്കെ എന്തായാലും മസ്റ്റാണല്ലോ. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിലും ഈ ഒരു 3 ഐറ്റംസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. എല്ലാവരും കഴിക്കുകയും ചെയ്യും ലാസ്റ്റ് എന്തായാലും അത്. പിന്നെ അതേ നമ്മുടെ ചപ്പാത്തി ഉണ്ട്, നാനുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്. നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഉള്ളൊരു ഡേ തന്നെയായിരുന്നു കേട്ടോ അത്. ഇവർ ആർമിയിൽ ഓഫീസറായ കാരണം മക്കളോടൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പ്രോസസ്സ് ഉണ്ട് ഇതിൽ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം കേട്ടോ. അമ്മ ഇരിക്കുക, ഉണ്ണി കഴിച്ചു നോക്കുക. ആദ്യം നോക്കട്ടെ. ഉണ്ണിയുടെ പ്ലേറ്റ് എന്തൊക്കെ എടുത്തു പറഞ്ഞതൊരു സാലഡ് എടുത്തു. കൊറേ എടുക്കണ്ടല്ലോ, 2 കഷ്ണം മതിയാ. അമ്മ ഇരിക്കുക, ഉണ്ണി കഴിക്കുക ആദ്യം.